എന്താണ് ഇവിടെ പ്രശ്നം? അമ്പോ, ബബുലൂട്ടൻ വന്നിട്ടുണ്ട് കേട്ടാ. അത് കണ്ടിട്ട് ദേ പിള്ളേരൊക്കെ ആകെ പേടിച്ചൊരു പരിവായിക്കണ്. പിള്ളേരുടെ കരച്ചിൽ കേട്ടപ്പോ തന്നെ നമ്മുടെ പപ്പൂസ് ഓടി വന്നേക്കണേ. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അയ്യോ, ഇവന്റെ മുഖമൊക്കെ ഇരിക്കണ നോക്കി. ബബുലൂട്ടൻ അവിടെ പോയി എന്താണ്ടൊക്കെ നക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിന് കിളി മാറിയിരിക്കണം കേട്ടോ. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്തുപറ്റി? എടാ, നിന്റെ അച്ഛനാടത്. അയ്യോ, മുള്ളമ്മന്നീനെ പോലൊക്കെയാണ് എല്ലാം വീർപ്പിച്ച്. കാര്യം അന്വേഷിക്കാൻ ആളെത്തിയുണ്ട്. എന്താണ് ഇവിടെ പ്രശ്നം, ഞാൻ ഇടപെടണോന്ന് പറഞ്ഞേക്കാണ്. തിന്നാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് അപ്പൂസ് വന്നേക്കണം കേട്ടോ. ഞാനവിടെ മീൻ വെട്ടിയിരുന്നു. അപ്പം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഇവന്മാർ രണ്ടുപേരും. അപ്പോഴാണ് ഈ മുറിയിൽ ഒരു മൂളക്കോട്ടാ. നോക്കുമ്പോൾ നമ്മുടെ ബബുലൂട്ടൻ അവനെ കെട്ടി വെച്ചേക്കായിരുന്നു ഫ്രണ്ടിൽ. അമ്മോ, പപ്പൂസ് ഓടി വന്നേക്കണ് കൊച്ചിന് തട്ടാന്ന് ഓർത്തിട്ട്. ഓ, അമ്മ സമാധാനിപ്പിക്കണം. പേടിക്കണ്ടാട്ടാ, അമ്മയുണ്ട്. അയ്യോ, ദേ നമ്പർ 2 പോയി. പപ്പൂസേ, ആ എനിക്കിട്ട് പണി വന്നിട്ടോ. പേടിച്ച് കാര്യം സാധിച്ചു പോയി പാവം. സാറിലച്ഛനെ കണ്ടിട്ടല്ലേ? ഇവൻ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ തുമ്പിമോള്, കുഞ്ഞു തുമ്പിമോള് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരാളിരിക്കുന്ന നോക്കി, ഒന്നും അറിയാത്തോളം പോയിരിക്കണം കേട്ടോ. പേടിച്ച് വിജൃംഭിച്ചാണ്ടോ അവന്റെ നിപ്പും. അപ്പോൾ ബണ്ണിക്കുട്ടനെ ഒരു കൂട്ടായിട്ടുണ്ട്. ബണ്ണിക്കുട്ടന്റെ പിൻഗാമിയായിട്ട് നമുക്ക് ഇവനെ പ്രഖ്യാപിക്കാം. എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ? ഒന്നില്ല, ഒരു ആങ്കൊച്ചില്ലേടാ നീ? ഒരു ആങ്കൊച്ചില്ലേടാ? ആൺപിള്ളേരൊക്കെ പേടിത്തോണ്ടും പിള്ളേരാണ് അല്ലേ പപ്പൂസേ? അയ്യോ, ഒരു കാര്യം ചെയ്യട്ടാ, ദൈവന്റെ ഒപ്പം പോയിരുന്നോ. അയ്യ, എന്താണ് പേടിക്കണ്ട, അവിടെ ഇരുന്നോ. അച്ഛൻ വരൂലേട്ടാ അങ്ങോട്ടേക്ക്. പേടിച്ച് കിളിപാറി നിൽക്കുന്ന നമ്മുടെ ബില്ലുക്കുട്ടൻ, ഒന്നും അറിയാത്ത പഞ്ചപാവത്തിനെ പോലെ നിൽക്കുന്ന നമ്മുടെ സ്നോക്കുട്ടൻ. ദേ ഇവിടെ അച്ഛനെ പരിചയപ്പെടാൻ വേറൊരെണ്ണം കൂടി. ഇത്രയും ബഹളൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല. ബബുലൂട്ടൻ ഓർക്കുന്നുണ്ടാവും, ഈ പിള്ളേരൊക്കെ ഇതൊക്കെ എന്ത് തന്നെയാണോ, എന്നെ കണ്ട് എന്തിനാ ഇത്രമാത്രം പേടിക്കണെന്നും. പപ്പൂസിനാണെങ്കിൽ ഒരു കൂസലും ഇല്ല. ഞാനിതൊക്കെ എത്ര കണ്ടേക്കണതാന്നുള്ളൊരു മട്ടട്ടം. നമ്മുടെ മാർക്കാൻ്റെയാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. പെരക്ക് ചുറ്റും മാർക്ക് ചെയ്യാൻ വേണ്ടി നടക്കണം കേട്ടോ. കുരുത്തം കെട്ടോൻ. അവിടെ പോയിരുന്നു. അയ്യോ, ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ, അച്ഛൻ വരില്ല കേട്ടാ. അവിടെ ഇരുന്നോ. സ്നോക്കുട്ടാ, ഡാ നിനക്ക് മാത്രം പേടിയില്ലേടാ? ഓ, എന്നാണ് ഇവനാണ് ശരിക്കും പേടിച്ചോയത്. ഈ ചെറുക്കന് അങ്ങനെ പേടിയില്ല, എന്നാലും പേടിച്ചു. ഇവന്റെ കണ്ണിച്ചിരി വ്യത്യാസം, മുഖം ഇത്തിരി വ്യത്യാസമുണ്ട്. ഇവന്റെ ഉണ്ട മുഖമാണ്, അവന്റെ ഉണ്ട മുഖമല്ല. നമ്മുടെ സ്നോക്കുട്ടൻ്റെ ഉണ്ടയാണ്, എന്നാലും ഇവന്റെ പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു ഉണ്ട മുഖമാണ് കേട്ടോ. നോക്കി ബില്ലുക്കുട്ടാ, ഇത് നമ്മുടെ ബില്ലുക്കുട്ടനാണ്, ഇത് നമ്മുടെ ലിയോ കുട്ടനാണ്. ഞങ്ങൾ മുഖം വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യണത് ഇവർ രണ്ടുപേരും. ഇവൻ്റെ മുഖത്തിന് എന്താ പറയുക, കുറച്ച് സ്ലിമ്മാണ്. ഇവൻ്റെ ടെഡീനെ പോലെ ഇരിക്കുന്ന മുഖമാണ്, നമ്മുടെ ടെഡിക്കുട്ടൻ്റെ പോലത്തെ ഒരു മുഖമാണ്. ഇത് പിന്നെ കുഞ്ഞി പപ്പൂസ് കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെയാണ് ഇതിൻ്റെ മുഖം ഇരിക്കണം. പിന്നെ ഒരെണ്ണമുണ്ട്, അത് അടുക്കളയിൽ കറിച്ചട്ടിക്ക് അകത്ത് കയറുന്ന ഉറങ്ങണ്ട കേട്ടോ. നമ്മുടെ കുഞ്ഞിത്തുമ്പിയാണ്. അവിടെ കറിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് കുഞ്ഞിത്തുമ്പി. അപ്പം ഇവന്മാർ ഇവിടെ ഇരിക്കട്ടെ. പപ്പൂസ് അവിടെ ഇരിക്കണം. ബബുലൂട്ടന് അപ്പുറത്തേക്ക് പോയിട്ട് വേഗം തന്നെ കൊണ്ട് കെട്ടിയിട്ടില്ലെങ്കിൽ അവന് നാട് വിട്ടുള്ള കേട്ടോ. മിയോ പെണ്ണിനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബബുലൂട്ടിനും മിയോക്കുട്ടിയും ദേ കണ്ണും നോക്കി കിടക്കുന്ന കേട്ടോ.
കിടപ്പിൽ തന്നെ എന്തോ വശപ്പശകുണ്ട്. രണ്ടും കൂടി സെറ്റായ മട്ടാൻ തോന്നുന്നു. ഇതാ കിടക്കണ്. അമ്മായിപ്പനും മരുമോളും ആയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നെങ്കിലും മിക്കവാറും ഇവർ തമ്മിൽ സെറ്റാവണ ലക്ഷണമുണ്ട്. ബണ്ണിക്കുട്ടൻ ഔട്ട്. അയ്യോ എടി, കൊച്ചിനെ വേണ്ടേടി നിനക്ക്? കൊച്ചിനെയും വേണ്ട, ഒന്നും വേണ്ട. ആള് വാനമ്പാടീനെ പോലെ നടക്കാണ്, പാറി പറന്ന് നടക്കാണ്. അപ്പൂസും മണിക്കൂട്ടിയാണെങ്കിൽ അവിടെ കാര്യമൊക്കെ അന്വേഷിച്ച് വന്നിട്ട് ദേ നല്ല ഉറക്കമാണ് കേട്ടോ. മീനിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. മീൻ കൊടുക്കണം. എന്താണ് മീമിയാണോ? തരാട്ടാ. നോക്കിയാണ് അവൻ, പാവമാണ് ഇവന്. അപ്പൂസ് ഒരു സാധുവാണെന്ന് വേണമെങ്കിൽ പറയാട്ടാ. ഇവിടെ ഒരാൾ വന്നേക്കണ നോക്കി, കുഞ്ഞിപ്പെണ്ണാണ് കേട്ടാ. ഇവളുണ്ടായിരുന്നില്ല നേരത്തെ ബബിലൂട്ടം വന്നപ്പം. ഇപ്പം വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. വാ. അവിടെ അച്ഛനാണെങ്കിൽ അമ്മേനെ പറ്റിച്ചിട്ട് വേറെ പെണ്ണിനെ വളക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇതേ കണ്ട, നിൻ്റെ ഡാഡി അപ്പുറത്തിരിക്കണുണ്ടോ? നിൻ്റെ ചേട്ടൻ്റെ പെങ്കൊച്ച്. നിൻ്റെ അമ്മ കാണണ്ട പുറത്തിറങ്ങിയിരിക്കുന്നത്. അമ്മക്കിഷ്ടമല്ല നിന്നെ ഒന്നും പുറത്തിറക്കുന്നത്. ഞൊളക്കല്ലടി. ഇന്ന് അപ്പൂസേ പപ്പൂസേ. അല്ലോ, അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ ഇവിടെ ആക്റ്റീവൊക്കെ ആയിട്ടുണ്ട്, പേടിയൊക്കെ മാറിയിട്ടുണ്ട്. എനിക്കിവിടെ ക്ലീൻ ചെയ്യാൻ 8ൻ്റെ പണിയായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബബുലൂട്ടിന് ഇവിടെയൊക്കെ മൊത്തം മുള്ളി നാറ്റിച്ച് വെച്ചേക്കണം, അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇവിടെ അടി തുടങ്ങിയിട്ടുണ്ട്, രണ്ടും കൂടി അടിയായിട്ടുണ്ട്. ഈ വലിച്ച് പറിച്ച് വെച്ചേക്കണ പോലെ തന്നെ ഇനി ബാക്കിയൊക്കെ വലിച്ച് പറിക്കാനുള്ളതാണ്. അതിന് ഇനി സമയം വേണ്ടി വരുമല്ലോ. അപ്പോൾ കൊച്ചുങ്ങളാണെങ്കിൽ ഇവിടെ കളിയും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? അപ്പനെ കണ്ടപ്പോൾ മക്കളുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കിടന്ന് കുത്തി പറയണവനാണ് അവിടെ നമ്പർ 2 ഒക്കെ സഹായിച്ച് വിജൃംഭിച്ച് നിന്നവനേട്ടോ. ഇപ്പം നോക്കി എന്താ ആക്റ്റീവ്. അച്ഛൻ പോയോട് കൂടിയിട്ട് ആക്റ്റീവായിട്ടുണ്ട്. രണ്ടെണ്ണം ഇതിൻ്റെ മണ്ടയിലുണ്ട് കേട്ടോ, ഉറങ്ങിയാണ്. ചൂടായി തുടങ്ങിയല്ല, അപ്പം ക്ഷീണമുണ്ട്. ഇവിടെ പിന്നെ ഒന്നുമില്ല. എന്താണ് അങ്ങനെ സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മിയക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു അവിടെ പരിപാടി? ആ ബബുലൂട്ടനായിട്ട് എന്തായിരുന്നു കലാപരിപാടി? മിയമോളെ, നിന്റെ കെട്ടിയവനും ബണ്ണിക്കുട്ടനാണ് കേട്ടാ. അവൻ സിംഗിളാണ്. ബബുലൂട്ടന് ഇവിടെ പപ്പൂസുണ്ട്. അവനെ നോക്കണ്ട, അവൻ വായി നോക്കി. ബബുലൂട്ടൻ വായി നോക്കിയാണ്, കൊള്ളൂല അവൻ. മോന് ബണ്ണിക്കുട്ടനുണ്ട് കേട്ടാ. ബണ്ണിക്കുട്ടന് കൂട്ടാരും ഇല്ല. പുന്നാരപ്പെണ്ണാണെന്നേ, ഭയങ്കര പുന്നാരമാണ്. എന്തൊരു സ്നേഹമെന്നറിയാമോ? ഈ വീട്ടിലെ ഏറ്റവും കുഞ്ഞുമാവ് ഇപ്പം ഇതാണ്. പുറകിന്ന് പോവില്ല, നമ്മളെവിടെ പോയാലും പുറകെ ഇങ്ങനെ ഓടി ഓടി നടപ്പാണ്ട പരിപാടി. എന്തേ കുഞ്ഞാണ്ടി, കുഞ്ഞിമിയോ. എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. എനിക്കിപ്പോഴും ഉണ്ട് ആ ഒരു അസ്വസ്ഥത. അലർജിയുടെയാണ്. തണുപ്പ് മാറിക്കഴിഞ്ഞാൽ ഇത് മാറുള്ളൂ. തൊണ്ട ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം. അവിടെ പപ്പൂസിൻ്റെ പിള്ളേർ പുറത്ത് ഓടി നടക്കുന്നുണ്ട്, അത് കണ്ടാട്ടേ നോക്കുന്നത്. അതുങ്ങളെ തൊട്ടതിനെ പപ്പൂസിൻ്റെ വിവരം അറിയൂട്ടോ. അവിടെ ടെററാണ്, ടെറർ. മിയോ വന്നിക്കണുണ്ടോ? പൊക്കോ. അതിനെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് കേട്ടോ. മിയോടെ കുഞ്ഞാവേനെ കണ്ടോ? കുഞ്ഞാവക്ക് നമുക്ക് പേരിടാം കേട്ടോ. ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിയോയുടെ ബേബിയുടെ പേര് മിക്കിന്നും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പേര്. മിയോ മിക്കി രണ്ടും സെയിം പോലെ ഉണ്ടല്ലോ. നമ്മുടെ മിക്കി മൗസ് ഉണ്ട്, അപ്പോൾ ഒരു മിക്കി ക്യാറ്റും കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തും. അവനാണെങ്കിൽ ആണും ആണല്ലോ. അപ്പം നമ്മുടെ മിയോയുടെ ബേബിക്ക് മിക്കിന്ന് ഇടാം. പിള്ളേർ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കട്ടെ, അതുകൊണ്ട് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. കുറേ പേര് കുറേ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഈ മിക്കി എന്നുള്ള പേരെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മിക്കിന്ന് ഇടാന്ന് ഓർത്തിരിക്കുകയാണ്. മിയക്കോട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പപ്പൂസിൻ്റെ പിള്ളേർ ഇവിടെ എനിക്ക് ചുറ്റും കിടന്ന് ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ദേഷ്യം വന്നിരിക്കുകയാണ്. പക്ഷെ ദേഷ്യം കണ്ടിട്ട് ഒരു കാര്യമില്ല, പപ്പൂസ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അതുങ്ങളെ തൊടാൻ ചെന്ന് കഴിഞ്ഞാൽ മിയോക്കുട്ടി വിവരം അറിയും. ഈ കണ്ണിൽ നിന്ന് അഴുക്ക് വന്നിട്ടുണ്ട്.
അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. മിയോനെ പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ്. മിയോക്കുട്ടി പാവം കുട്ടിയാണ്, സ്നേഹക്കുടിക്കാണ്. വയറ്റത്ത് തുടർന്ന് ഇഷ്ടമല്ല. ഇതേപോലെ തന്നെ മറ്റുള്ളവരായിട്ട് അടി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് തൊടാൻ പാടില്ല. തൊട്ടാൽ ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇവിടെ കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇവള് അപ്പൂസിനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെന്നു. അത് തടുക്കാനായിട്ട് ഞാൻ ഇവളെ പിടിച്ചതാണ്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരറ്റടി, കയ്യിൽ നിറയെ ബ്ലഡായിരുന്നു. കണ്ടോ? ഇവള് പിന്നെ വാക്സിനേറ്റഡ് ആണ്, ആ ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഞാനും വാക്സിനേറ്റഡ് ആണ്. എനിക്ക് ഈ കൈക്കിട്ട് കിട്ടിയ കുത്തുണ്ടല്ലോ, ആ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനത്തെ മാന്ത കിട്ടിയാലും ഈ കുത്തെടുത്താലും ഇങ്ങനത്തെ മാന്തൊക്കെ കിട്ടുമ്പോഴത്തേക്ക് വന്ന് ഷോൾഡറിൽ എടുക്കുമല്ലേ, ആ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ പോയൊന്നുമില്ല കേട്ടോ. ഇവള് വാക്സിനേറ്റഡ് ആണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പോയില്ല. കുഞ്ഞിത്തുമ്പി വേണോ? ഇവളെ വേണോ? ഇത്രക്ക് പേടിയാണ് ഈ, പിന്നെ എന്തിനാണ് ഇവിടെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞത്? മിയക്കുട്ടിക്ക് വേണോ? ഇത് അടുത്തത് ഒന്നുണ്ട്, ഇതിന് വേണോ? അടുത്ത ആളട്ടോ. ഡാഡിനെ കണ്ട് ബോധം പോയനാണത്. ലിയോ ആണ്. അതന്നെ ഡാഡീനെ കണ്ട് ബോധം പോയവനാണ്ടത്. കാണിച്ചു തരാം. ദേ അവൻ തന്നെയാണിത്, നമ്മുടെ ബില്ലു. മിയക്കുട്ടി വരട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കൊക്കെ മീൻ കൊടുക്കണം കേട്ടോ. ഇനി ആ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ മിയക്കുട്ടീനെ കണ്ടല്ലോ, കുറേ പേരായിട്ട് പറയുന്നുണ്ട് മിയക്കുട്ടീനെ കാണിക്കാത്ത എന്താണ്, മിയക്കുട്ടീനെ കാണിക്കും. കുഞ്ഞിൻ്റെ മണ്ടയിൽ കയറി കിടന്നപ്പേ കുഞ്ഞ് കരഞ്ഞു. എന്നിട്ട് ചുറ്റും നോക്കിയാണ് ആരെൻ്റെ കുഞ്ഞിനെന്താ ചെയ്തതെന്നും പറഞ്ഞിട്ടും ഇവള് തന്നെയാണ് അതിൻ്റെ മണ്ടയിൽ കയറി കിടന്നത്, അതിനെ വേദനിപ്പിച്ചതും. എന്നിട്ട് ചുറ്റും നോക്കിയാണ് പുറത്തുനിന്ന് ആരോ വന്ന പോലെ.